ടിവിനെ നമുക്ക് കാണാം. അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരാം. ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന S23 അൾട്രയിലാണ്. ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നോക്കിയാൽ അതുപോലെ തന്നെ ഇവിടെ ഒരു ക്യാമറ കാണാം, ഇവിടെ ഒരു ക്യാമറ കാണാം. ഒറ്റനോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ വൈപ്പർ ഇല്ല എന്ന് വിചാരിക്കും, പക്ഷെ വൈപ്പർ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഒരിക്കലും കണ്ട് ശീലിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പറഞ്ഞു പോലും കേട്ടിട്ടില്ലാത്ത ഒരുപാട് വാഹന നിർമ്മാണ കമ്പനികൾ ചൈന എന്ന് പറയുന്ന രാജ്യത്തുണ്ട് എന്ന് പറയാം. നമ്മളൊരു പക്ഷേ നമ്മളുടെ വാഹന സങ്കല്പങ്ങളിൽ പോലും ഇല്ലാത്ത പല മോഡലുകളെയും ചൈനയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. അത്തരത്തിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലീ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലീഷെ എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ L7 എന്ന് പറയുന്ന മോഡലിനെയാണ്. ശരിക്കും നമ്മുടെ നാട്ടിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഇലക്ട്രിക് വാഹനങ്ങളിൽ നിന്ന് കുറച്ചധികം വ്യത്യാസങ്ങളുള്ള ഒരു വാഹനമാണ് ലീഷെ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ലീഷെ എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ L7നെ കുറിച്ച് സംസാരിക്കാം. എല്ലാ കൂട്ടുകാർക്കും കാർ ഹണ്ട് സീസൺ 3യുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്ക് ശരിക്കും എത്ര പ്രാവശ്യം ചൈനയിലുണ്ട്? ഉത്തരം പറയാൻ പറ്റാത്ത ഒരു ചോദ്യമാണ്, കാരണം ഒരുപാട് 2014 മുതൽ ചൈന പ്രീവിയസ് എൻ്റെ ബോസ് എന്ന് പറയാൻ എൻ്റെ മെൻറ്റർ അല്ലെങ്കിൽ മൂപ്പരെ കൂടെ തുടങ്ങിയതാണ്. മിസ്റ്റർ മച്ചിഞ്ചേരി അബ്ദുൽ കബീർ എന്നെ പരപ്പനങ്ങാടിയാണ് കൂടെ ഫസ്റ്റ് അന്ന് മുതലേ ചൈന 2014 മുതൽ. അപ്പോൾ ഈ 2014 മുതൽ ഇപ്പം നമ്മൾ 2024 ഈ സമയത്ത് ചൈനയിൽ ഈ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലുണ്ടായ മാറ്റങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു? ഞങ്ങളെ ബിഗിനിങ്ങിലൊന്നും അത്ര വണ്ടികളോ കാര്യങ്ങളോ അത്ര ഒരു പ്രചാരത്തിലായിട്ടില്ല ഈ EV വെഹിക്കിൾസ്. പിന്നെ ഗ്രാജുവലാണ് നമ്മളിത് ഇങ്ങനെ കാണാൻ തുടങ്ങിയത്. പിന്നെ ഈവൻ ഇപ്പോൾ ടെസ്ല സ്റ്റാർട്ടഡ് പ്രൊഡ്യൂസിങ് ഹിറ്റ്. പിന്നെ അതേപോലെ പിന്നെ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാ ഷോപ്പിംഗ് മോളിലും ഇതേപോലത്തെ ഔട്ട്ലെറ്റ്സും കാര്യങ്ങളും ഒരു ഭയങ്കര സംഭവമാണ്. അതായത് എല്ലാവർക്കും വളരെ ഈസി ആക്സസബിൾ ആയിട്ട്, അതായത് സൂപ്പർ മാർക്കറ്റിൽ എല്ലാവരും വരും, അപ്പോൾ ഒരു കാറും കാണട്ടെ എന്നുള്ളത്. അല്ലാതെ കാറിന് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ഷോറൂം ഉണ്ട് ഇല്ല എന്നല്ല, പക്ഷേ ഇങ്ങനൊരു സെറ്റപ്പും കൂടി. പിന്നെ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ വലിയൊരു ഘടകമാണ്. കാരണം പിന്നെ ഇതിന് സൂട്ടബിളായ റോഡ്സ് വേണമല്ലോ. സിഗ്നൽസ് ആയാലും അതിൻ്റെ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര സർവൈലൻസ്. അപ്പോൾ അതിന് ഫോട്ടോ എടുത്തുകൊണ്ടേയിരിക്കും. ഇത് ഒന്നാമത് ഗവൺമെൻറ് ഈ മേഖലയെ എത്ര പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഇത് ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ടാക്സ് ഇതിൻ്റെ ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ടെസ്റ്റിലേക്ക് വേറെ പ്രൈസും ഡ്യൂട്ടിയൊക്കെ, അതിനെ കുറിച്ച് അവരുടെ ഓൺ പ്രോഡക്ട്സിനെ ഒരു സ്പെഷ്യൽ അട്രാക്റ്റീവ് ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കണം. സ്വന്തം പ്രൊഡക്റ്റുകളെ നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറയുന്ന പോലെ. പ്രസിഡന്റ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു UAE അവിടെ പോയപ്പോൾ മുപ്പര് ഓൺ പ്രസിഡൻഷ്യൽ വണ്ടി കൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ യൂസ് ചെയ്ത് അത്രയും അവരെ രാജ്യത്തിന് അല്ലെങ്കിൽ അവരെ ഇൻട്രസ്റ്റിന് അവരാ ഒരു സ്വത്തം അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ലീഷെ ശരിക്കും നിങ്ങൾക്ക് നമ്മൾ നേരത്തെ ഈ വണ്ടി കണ്ടായിരുന്നു അല്ലേ? നമ്മൾ കുറച്ച് മുമ്പ് വേറൊരു പ്രൊവിൻസ് നമ്മൾ നേരത്തെ ഒരു ഹോം ഷോ അവിടെ നിന്ന് ഈ വണ്ടി കണ്ടായിരുന്നു, പക്ഷെ അവിടെ നിന്ന് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ ഇത് കണ്ടപ്പോൾ? ഇതിൽ ഫസ്റ്റ് കളേഴ്സാണ്. നമ്മളെ ഈവൻ ഇന്ത്യൻ മാർക്കറ്റ്സിലും എൻ്റെ വൈഫ് പറഞ്ഞു അതാണ് സ്പെഷ്യൽ കളേഴ്സൊക്കെ, യുണീക്ക് കളേഴ്സാണ്. അപ്പോൾ ഇത് ഒന്നാമതാണ് ഇവര് അത്രയും കോമ്പറ്റീഷനാണ് ഒന്ന്. അപ്പം സ്വാഭാവികമായിട്ട് എൻ്റെ എനിക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടൊരു കാര്യം ബാക്കിലത്തെ ഒരു TV, വലിയ TV ഉണ്ട്, ഇത്രയും ഇപ്പം നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ ഒറ്റ മോൾഡാണ്. ഈ ലൈറ്റും നല്ല ഇതൊരു മോൾഡ് എന്ന് പറയുമ്പോൾ ഇതിന്റെ നമ്മളിപ്പോൾ ഈ മാനുഫാക്ചറിങ് മേഖല ആയതുകൊണ്ട് ഇപ്പം ഇതിനൊരു അച്ച് ഉണ്ടാക്കണം മോൾഡ്. അപ്പോൾ നമ്മൾ ചെറിയൊരു ഉണ്ടാക്കണമെങ്കിൽ തന്നെ $10,000-15,000 ഇതിനൊക്കെ എന്തോരം കോസ്റ്റ് വന്നാൽ അത്ര ഇൻവെസ്റ്റ് ചെയ്യണം അവർ ഈ മേഖല. ഇത് നല്ല രസമുണ്ട് റോട്ടിൽ കാണുമ്പോൾ കേട്ടോ ഈ ലൈറ്റിങ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ നമുക്ക് വണ്ടിയുടെ വീഡിയോയിലേക്ക് പോലെ. അതാണ് ലിഷെ എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ L7 എന്ന് പറയുന്ന മോഡൽ. ശരിക്കും LI എന്ന് പറയുന്ന ഷോർട്ട് ഫോമിൽ ഇത് അറിയപ്പെടാറുണ്ട്. ലീഷെ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ശരിക്കും ചൈനീസ് മാർക്കറ്റിനെ കുറിച്ച് നേരത്തെ നമ്മൾ നജീബ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ ഇലക്ട്രിക് വാഹനത്തിൻ്റെ കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് വാഹന നിർമ്മാണ കമ്പനികൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെ ചൈനീസ് ഗവൺമെൻറ് നല്ല രൂപത്തിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഓരോ ബ്രാൻഡുകളും വ്യത്യസ്തത എന്ത് കൊണ്ടുവരാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തൊരു സിറ്റുവേഷൻ പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഓരോ ഇലക്ട്രിക് വാഹനങ്ങളും യുണീക്കായിട്ട് നിലനിൽക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ L7 5 സീറ്ററാണ്. തൊട്ടപ്പുറത്ത് നമുക്കൊരു L8 കാണാം, അത് 6 സീറ്ററാണ്, അതായത് സെക്കൻഡ് റോയിലും ക്യാപ്റ്റൻ സീറ്റാണ്. ഇനി തൊട്ടപ്പുറത്തൊരു L9 ഉണ്ട്, അത് 7 സീറ്ററും ആയിട്ടാണുള്ളത്. അങ്ങനെ 3 മോഡലുകളാണ് ഇപ്പോൾ നിലവിൽ ലീഷയ്ക്കുള്ളത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് ഫ്രണ്ടിൽ നിന്ന് കാണുന്ന സമയത്ത് നമുക്ക് ആ കത്തിക്കൊണ്ടിരിക്കുന്ന DRL യൂണിറ്റ് ആണെന്ന് പറയാം. ഒരൊറ്റ സ്ട്രൈപ്പിലാണ് അതിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുന്ന നല്ല ഭംഗിയുണ്ട്. ഇത് രാത്രി കാണുന്ന സമയത്തും നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ LI എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും.
L7 എന്ന് പറഞ്ഞ ബാഡ്ജ് കാണാൻ താഴ്ഭാഗത്ത് നമുക്ക് എയർ ഡാം യൂണിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് യൂണിറ്റ് വരുന്നത് ഇതാണ് 2 ചാമ്പറുകളായിട്ട്, അതായത് മുകളിൽ ഉണ്ടോ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടി ചേർത്ത് നല്ല ഭംഗിയുണ്ടല്ലേ. ഒരു പ്രത്യേക ബോക്സി സ്റ്റൈലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഗോൾഡൻ തീംഡ് ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ ക്രോം പോലത്തെ ഒരു സാധനം, പക്ഷേ ഒരു ലൈറ്റ് ഗോൾഡൻ തീമിലാണ് അത് ഫീൽ ചെയ്ത്. ഇവിടെ ഇതൊക്കെ നല്ല രസമുണ്ട്. ആ ഒരു ഫിനിഷിങ് നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഇവിടെ ലിപ്പ് ഭാഗം കാണാം, അതൊരു ഗ്രേ കളറിലാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ക്യാരക്ടർ ലൈനുകൾ ശരിക്കും ഇതിനകത്തുണ്ട് ബോണറ്റിൻ്റെ ഭാഗത്ത്, പക്ഷേ അത്ര പെട്ടെന്ന് അട്രാക്റ്റീവായി തോന്നാത്ത രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതും നല്ല ഭംഗിയുണ്ട്. ശരിക്കും ഭയങ്കര സ്ലീക്കാണ്. ഫ്രണ്ടിൽ നിന്ന് കാണുന്ന സമയത്ത് ഒറ്റ ഒഴുക്കൻ മട്ടാണ്, പക്ഷേ ശരിക്കും ഒഴുക്കൻ മട്ടല്ല എന്നുള്ളത് സൈഡിൽ നിന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവാണ്ടാവും. ഒഴുക്കൻ മട്ടിനേക്കാൾ ഉപരിയുണ്ടാവും ഇവിടെയൊക്കെ ഒരു എഡ്ജും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആ തരത്തിലാണത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നൈസ്. ചെറിയൊരു റിഫ്ലക്ഷൻ പോലത്തെ ഒരു ഭാഗം അവിടെ കാണാൻ കഴിയും. ഇനി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രാഗ് കോയിഫിഷ്യൻ്റെ ഭാഗമായിട്ട് ക്ലോസർ ആയിട്ടുള്ള വീൽ യൂണിറ്റുകളാണ് കൂടുതൽ. 21 ഇഞ്ച് വീലുകളാണ്. വീലാർക്കും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. ഒരു ക്യാമറ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 360 സർവൈലൻസിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല, ഇതിനകത്ത് ധാരാളം ക്യാമറകളുണ്ട്. ഇവിടെ ഒരു ക്യാമറ ഉണ്ടോ, അതേപോലെ മുകളിൽ റഡാർ സിസ്റ്റം കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്യാമറ കാണാം, ഇവിടെ ഒരു ക്യാമറ കാണാം. ഭയങ്കരമായിട്ടുള്ളൊരു ക്യാമറ കവറിങ് ഉണ്ട്. ഇൻഡിക്കേറ്റർ, സൈഡ് വ്യൂ മിറർ ഇലക്ട്രിക്കലി കൺട്രോളാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ക്രോമിയം ബാഡ്ജിങ് കാണാം. ഡോറ് പോപ്പപ്പ് ചെയ്യുന്ന തരത്തിലാണ്. അതിനകത്തൊരു കീ ഹോൾഡിൻ്റെ ഭാഗവും കാണാം. സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്കറിയാം വലിയ വാഹനം കേട്ടോ ഉണ്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ അത്ര ചെറിയ വണ്ടിയൊന്നുമല്ല, അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. 5 സീറ്റർ ആണെങ്കിൽ പോലും നല്ല സൈസ് ഉണ്ട്. ശരിക്കും നല്ല വീൽ ബേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വാഹനത്തിനകത്ത് സ്പേഷ്യസ് ആണ് വാഹനം എന്ന് പറയാം. ഒരു ക്രോം ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തേക്ക് അത് കൊണ്ടുവരുന്ന സമയത്ത് വലുതാക്കി കൊടുത്ത് നല്ല ഭംഗിയായിട്ട് കണ്ടു ആണ്. ആ ഒരു ക്രോം ബാഡ്ജിങ് കുറച്ച് പ്രീമിയം അപ്പീൽ നൽകുന്നുണ്ട്. ബാക്കിലേക്ക് വരുന്ന സമയത്ത് സ്പോയിലറിൻ്റെ താഴെ ഈ ബ്ലാക്ക് ഭാഗം അതിങ്ങോട്ട് താഴേക്ക് ഇറങ്ങി നിൽക്കുന്നത് നല്ല രസമുണ്ട്. അതൊരു യുണീക്ക് ഡിസൈനായിട്ട് എനിക്ക് തോന്നി. സ്പോയിലറിനായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നു. അത് ആ ഒരു ഗ്ലാസിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഏരിയ ഫുൾ ബ്ലാക്ക് ആയിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് ഡീഫോഗർ ലൈൻസും കാര്യങ്ങളൊക്കെ കേട്ടോ. ഒറ്റനോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ വൈപ്പർ ഇല്ല എന്ന് വിചാരിക്കും, പക്ഷേ വൈപ്പർ ഉണ്ട്. ഇതിൻ്റെ ഉൾഭാഗത്താണ് കൊടുത്തിട്ടുണ്ടോ നമ്മുടെ വൈപ്പർ ഉണ്ടാ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്. ശരിക്കും നല്ലൊരു ഉണ്ടോ, എൻ്റെ കൈ അത്രയും കയറി നിൽക്കുന്നുണ്ട്. അത്രയും ഗ്യാപ്പ് ഉണ്ട് അവിടെ. ഫ്രണ്ടിൽ നമ്മൾ കണ്ട അതേപോലെ തന്നെ ഒരു സ്റ്റോപ്പ് ലാമ്പിൻ്റെ ഭാഗത്ത് നമുക്ക് ബാക്കിലും കാണാൻ കഴിയും. ഇവിടെ ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെയും നമുക്ക് ക്യാമറ യൂണിറ്റ് കാണാം. ക്യാമറ സർവൈലൻസ് ധാരാളം ഉണ്ട്. L7 എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. ഈ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് ഓപ്പൺ ആക്കാം. 1 ടച്ച് ഓപ്പൺ ആൻഡ് 1 ടച്ച് ക്ലോസിംഗ് ആണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ്. ശരിക്കും ഒരു 7 സീറ്റർ ഒക്കെ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബൂട്ട് സ്പേസ് ഈ വാഹനത്തിനകത്തുണ്ട്. ഇതുവരാണ്ടോ എനിക്ക് തോന്നുന്നു ഒരു 500 ലിറ്റർ ബൂട്ട് കപ്പാസിറ്റി എന്തായാലും ഉണ്ടാവും. സീറ്റിന് നമുക്ക് ഫോൾഡ് ചെയ്യാനുള്ള ബട്ടൺസ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ലെഫ്റ്റും റൈറ്റും ഫോൾഡ് ചെയ്യാം. അതേപോലെ ഈ ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്യാം. അപ്പോൾ വാഹനത്തെ ഞാനപ്പോൾ ബട്ടൺ നെക്കി, അപ്പോൾ ഇങ്ങനെ കുറച്ച് താന്നു. അത് ഒന്നുകൂടി നെക്കി കഴിഞ്ഞാൽ പൊങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് വെയിറ്റുള്ള സാധനം കിട്ടി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബട്ടൺ നെക്കിയിട്ട് വാഹനത്തെ താഴ്ത്താം. ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അത് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ടൂൾ കിറ്റ്, അതുപോലെ തന്നെ പാർസൽ ട്രേ വെക്കാനുള്ള സ്പേസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും അവിടെ നമുക്ക് കാണാൻ കഴിയും. നൈസല്ലേ സംഭവം, കൊള്ളാം. 1 ടച്ച് ഓപ്പൺ 1 ടച്ച് ക്ലോസ് എൻ്റെ ബട്ടണിനെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അടിപൊളി. ഇത് നമ്മൾ ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്താണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡോർ സൈഡിൽ എങ്ങനെയൊക്കെ ഉണ്ട് നോക്കാം. ഇതെല്ലാം ഒരു ലെതർ മെറ്റീരിയലാണല്ലേ. ഇവിടെ എല്ലാം ഭയങ്കര പ്രീമിയം ആയിട്ടോ ഇലക്ട്രിക് വാഹനങ്ങൾ ചെയ്തിട്ടുള്ളത്. സാധാരണഗതിയിൽ ഇതിപ്പോൾ ശരിക്കും ഒരു 3 ലക്ഷം ഒക്കെയാണ് ഇവിടുത്തെ റേറ്റ് വരുന്നത്. അതായത് 30 ലക്ഷം റുപ്യ നാട്ടിലേക്ക് വരുന്ന സമയത്ത് അതിന് വില വരുന്നത്. നമ്മുടെ നാട്ടിൽ ടാക്സ് ആണ് കൂടുതൽ, അത് വേറെ വിഷയം. നമ്മുടെ നാട്ടിലേക്ക് എത്ര സമയത്ത് ഇനിയും ഇതിന് വില കൂടാൻ സാധ്യതയുണ്ട്. കാരണം ഇമ്പോർട്ട് ടാക്സ് വരും, അത് വരും, ഇത് വരും, ഒക്കെ വരും. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇതിന് വില വരുന്നതെന്ന് പറഞ്ഞാൽ 3,19,000 RMB ചൈനീസ് പൈസയാണ്. അത് ഒരു 11 റുപ്യ വെച്ച് കൂട്ടുന്ന സമയത്ത് ഇങ്ങനെ ആയാലും ഒരു 35-40 ലക്ഷം റുപ്യ ആ ഒരു റേഞ്ചിലാണ് ഉണ്ടാവുക. ഡോർ ഹാൻഡിൽസ്, മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഭാഗം കാണാം, അതിവിടെയും കാണാം. അതേപോലെ പവർ വിൻഡോ കൺട്രോൾസ്, അതുപോലെ മിററിൻ്റെ കൺട്രോൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാം. ഒരു പോക്കറ്റും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. സീറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. കണ്ടോ, എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ലെതർ സീറ്റുകളാണ്, നല്ല കുഷ്യനോട് കൂടി വന്നിട്ടുള്ള സീറ്റുകൾ. ലംബർ സപ്പോർട്ടൊക്കെ കൊണ്ട് തള്ളി നിൽക്കുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലഫി ഇത് നമ്മൾ നേരത്തെ എല്ലാ വണ്ടിയിലും അല്ലേ, ഇവിടെ എല്ലാ വണ്ടികൾക്കും കുറച്ച് കോമൺ എലമെൻറ്റുകൾ നമുക്ക് കാണാം. അത് ഇവിടുത്തെ ആളുകൾ ഇഷ്ടപ്പെടുന്ന സാധനമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് അകത്തേക്ക് കയറി നിന്നിട്ട് കൂടുതൽ വിശേഷങ്ങൾ പറയാം. അതിനു മുമ്പ്
നമുക്ക് നമ്മൾ ഇൻവോൾവ് വണ്ണിനെ ഒന്ന് പരിചയപ്പെടാം. ഇൻവോൾവ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ ഒരുപാട് ആളുകൾ ഉപയോഗിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു എയർ പെർഫ്യൂമാണ്, അല്ലെങ്കിൽ ഒരു എയർ ഫ്രാഗ്രൻ്റ് ആണ് എന്ന് പറയാം. ശരിക്കും കാർ പെർഫ്യൂം എന്നതിനെ വിശേഷിപ്പിക്കാം. കാറിനകത്ത് നല്ലൊരു സ്മെല്ലുണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇൻവോൾവ് വണ്ണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കെമിക്കലായിട്ട് ലീക്കാവുന്ന പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം പലപ്പോഴായിട്ട് ഞാനിത് ഓപ്പൺ ആക്കി കാണിച്ചു തരുന്നുണ്ട്. ഇതിനകത്ത് 3 വുഡൻ ബ്രിക്കുകളാണുള്ളത്, വാങ്ങിയ ആളുകൾക്കൊക്കെ അറിയാം. പിന്നെ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് സിട്രസ് എന്ന് പറയുന്ന സ്മെല്ലാണ്. നല്ലൊരു എന്താ പറയുക, ഒരു ലെമൺ മിക്സഡ് ആയിട്ടുള്ളൊരു സ്മെല്ലാട്ടോ ഇതിനകത്തുള്ളത്. ഫ്ലഷി ഫീൽ നമുക്ക് വാഹനത്തിനകത്ത് കിട്ടും. പല ആളുകളും ഉപയോഗിച്ചിട്ട് ഈ ഫ്രാഗ്രൻ്റ് കൊള്ളാം എന്നൊരു അഭിപ്രായം എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു പ്രോഡക്റ്റ് കൂടിയാണിത്. മറ്റേത് മസ്ക് ഒക്കെ എന്ന് പറഞ്ഞാൽ അറബിക് ഫ്രാഗ്രൻ്റ്, കുറേ ആൾക്കാർക്ക് ആ ടൈപ്പ് ഇഷ്ടപ്പെടും. എന്നാൽ കുറച്ചൊരു ഫ്ലഷ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ളത് എനിക്ക് തോന്നുന്നു സിട്രസ് ആണ് എന്നുള്ളതാണ്. അപ്പം ഒരു 300 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ആവശ്യമുള്ള ആളുകൾക്ക് താഴെ നമുക്ക് ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 10% ഡിസ്കൗണ്ടോട് കൂടിയിട്ടാണ് ഞാൻ പ്രൈസ് പറഞ്ഞത്. നമ്മുടെ ഒരു കൂപ്പൺ കോഡ് അതിനകത്തുണ്ട്, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കിട്ടും. കപ്പ് ഹോൾഡറിനകത്തൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പം ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ചതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. കാറ് ചൈനീസ് ആണെങ്കിലും പ്രൊഡക്റ്റ് നമ്മളുടെ ഒരു ഇന്ത്യൻ പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കട്ടെ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അല്ലേ. അപ്പോൾ ലിങ്ക് ചെക്കൗട്ട് ചെയ്യുക, ഉപയോഗിച്ച് നോക്കുക, ഉപയോഗിച്ചിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇത് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇൻറ്റീരിയറിനെ കുറിച്ച് പരിശോധിക്കുന്ന സമയത്ത് ഇതാണ് ഈ വാഹനത്തിൻ്റെ ഡാഷ് ബോർഡ് വരുന്നത്. ഇവിടെ നമുക്ക് 2 വലിയ സ്ക്രീനുകൾ കാണാം. വാഹനത്തിനകത്ത് 3 വലിയ സ്ക്രീനുകൾ മൊത്തം ഉണ്ട് കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം. ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഇൻഫർമേഷൻസ് ഉണ്ട് അവിടെ നമുക്ക് കാണാം. ഉണ്ടോ 80, അതുപോലെ റൂട്ട് ക്ലീൻ ചെയ്താൽ നമുക്ക് നല്ല രസമുണ്ടല്ലോ. നമ്മൾ നാട്ടിൽ വരാത്ത കുറേ ഫീച്ചേഴ്സും അതിനകത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എസാ പോയി. ഓക്കെ റൈറ്റ്. ഇത് ഡാഷ് ബോർഡ് ശരിക്കും ഒരു ലെതർ റാപ്പഡാണ്, നല്ല ക്വാളിറ്റിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. ഇതാണ് സ്റ്റിയറിംഗ് വീല് വരുന്നത്. ഇതിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. നിങ്ങൾ നോക്കിയ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തോ? സൂക്ഷിച്ച് നോക്കിയേ. ശരിക്കും ഇതിനകത്ത് സെപ്പറേറ്റ് ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇല്ല, പകരം സ്റ്റിയറിംഗ് വീലിൽ തന്നെയാണ് അതിനെ കൊടുത്തുള്ളത്. നോക്കിയാൽ ഇതാണ് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത്. ഇതൊരു ഹൈബ്രിഡ് എഞ്ചിനാണ്, അതുകൊണ്ട് തന്നെ ബാറ്ററി പവറും അതുപോലെ തന്നെ ഫ്യൂവലിൻ്റെ പവറും ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട്. ബാറ്ററി 43% ആണുള്ളത്, അതുപോലെ ഫ്യൂവൽ 99 കിലോമീറ്റർ യാത്ര ചെയ്യാനുള്ളതും ഇനി ഇതിനകത്തുള്ളത്. അപ്പം ശരിക്കും രണ്ടും ഫുള്ളാണെങ്കിൽ 1100 കിലോമീറ്റർ നമുക്കിതിൽ യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കൺട്രോൾ, വോളിയം അപ്പ് ആൻഡ് ഡൗൺ, കൺട്രോൾ യൂണിറ്റും കാര്യങ്ങളൊക്കെ, സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം. ജസ്റ്റ് മുകളിലേക്ക് കഴിഞ്ഞാൽ നമ്മളെ ക്യാമറ ഉണ്ടോ, എന്തൊരു ക്ലാരിറ്റിയാണ് നോക്കിയ ക്യാമറ. ഓക്കെ, വലിയ TV ആണ്. ശരിക്കും ഇതിൻ്റെ ഫങ്ഷൻസ് ഒന്നും വർക്ക് ചെയ്ത് കാണിക്കാൻ ഇപ്പം എന്നെ കൊണ്ട് കഴിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലാംഗ്വേജ് ചൈനീസാണ് കൊടുത്തുള്ളത്. അറിയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് തൊട്ട് കാണിക്കാനേ പറ്റുള്ളൂ. കണ്ടോ, അതൊക്കെ ചൈനീസ് ലാംഗ്വേജിലാണ്. ഇത് നമ്മളുടെ ലൊക്കേഷൻ മാപ്പ് ചൈന മൊത്തം നമുക്ക് കാണാം. ഓക്കെ റൈറ്റ്. മെനു കുറേ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്, പക്ഷേ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതേപോലെ തൊട്ടിപ്പുറത്ത് നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, മൂവീസ് കാണാനുള്ള ഓപ്ഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണാം. കോ ഡ്രൈവർക്ക്, അതായത് പാസഞ്ചർ സൈഡിലിരുന്ന് കാണാനുള്ള ഓപ്ഷൻ. 2 വയർലെസ് ചാർജിങ് ഓപ്ഷൻസ് ഉണ്ട്. സാധാരണഗതിയിൽ 1 ഉണ്ടാവാറുള്ളൂ, ഇതിനകത്ത് 2 കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു നല്ല രസമുള്ളൊരു മെറ്റീരിയലിനകത്താണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു വലിയ സെൻട്രൽ ടണലാണ് കേട്ടോ. ഓക്കെ, ഇവിടെ വീണ്ടും അല്ലേ ഇത് കീ വെക്കാനുള്ള ആ ഒരു ഏരിയ ആണ്, ഒരു സ്റ്റോറേജ് സ്പേസ് പോലെ. 2 കപ്പ് ഹോൾഡറുകൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അത് അവിടെ നമുക്ക് ബട്ടൺ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ഒരു സ്റ്റോറേജ് സ്പേസ്. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആംബ്രസ്റ്റ്. അതിനകത്ത് തന്നെ നമുക്ക് USB പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ടും C ടൈപ്പ് ചാർജിങ് സോക്കറ്റും ഒക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. അത് ആവശ്യമില്ല, ക്ലോസ് ചെയ്തൊക്കെ നല്ല രസമുള്ള മെറ്റീരിയൽസ് ആണ്. അതെല്ലാം കൊടുത്തുള്ള നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഗ്ലോ ബോക്സ്, AC വെൻസ് ഒക്കെ നല്ല രസമുണ്ടല്ലേ. ശരിക്കും ഒരു സ്ക്വയർ ടൈപ്പ്, അത് ഇവിടെയും നമുക്ക് കാണാം. സ്ക്വയർ ടൈപ്പ് AC വെൻസ്, ഓട്ടോമാറ്റിക് ഡയറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ കാണാം. അതുപോലെ തന്നെ ലാമ്പ് ജസ്റ്റ് ഉണ്ടോ, ഹസാർഡ് ലാമ്പിൻ്റെ ബട്ടൺ ഇവിടെയാണ് കൊടുത്തുള്ളത്. അതുപോലെ സൺറൂഫ്, ഇവിടത്തേക്ക് ഒരു സൺറൂഫ് ഉണ്ട്, ബാക്കിലേക്ക് വേറെയും സൺറൂഫ് ഉണ്ട് കേട്ടോ. രണ്ടിനും സെപ്പറേറ്റ് സൺറൂഫാണ്. ബോസ് സീറ്റിംഗ് ഓപ്ഷൻസും ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിലിരുന്ന് ഫ്രണ്ടിലത്തെ സീറ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനും ഈ വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. നൈസ്. ശരിക്കും ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ അല്ലേ. എന്താ പറയുക, സിമ്പിളാണ്, അധികം കാര്യമായിട്ടൊന്നുമില്ല. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആ തരത്തിലാണ് ഇതിനെ ക്രമീകരിച്ചിട്ടുള്ളത്. കൊള്ളാം. ഇനി നമ്മൾ സെക്കൻഡ് റോയിലേക്ക് വന്നു കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള ക്യാബിനാണ് അല്ലേ. അടിപൊളി ക്യാബിൻ. ഫ്രണ്ടിൽ നമ്മൾ കണ്ടതുപോലെ തന്നെയാണ്, ഫുള്ളി ലെതർ റാപ്പിഡ് ആയിട്ടുള്ള ഡോർ സൈഡുകൾ നമുക്കിവിടെ കാണാം. ബാക്കിലത്തെ സീറ്റും ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. നൈസ്. AC വെൻറ്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിലൊരു വലിയ TV നമുക്ക് കാണാം. അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരാം. പ്ലഫി സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിനെ മൊത്തം കൂടെ താഴ്ത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആംബ്രസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡർ.
ശരിക്കും ആ ഒരു സീറ്റിംഗ് പൊസിഷൻ നോക്കിയാൽ നല്ലൊരു കുഷ്യൻ അല്ലേ, നമുക്ക് കാണുന്ന സമയത്ത് തന്നെ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്ന തരത്തിലാണ് അതിൻ്റെ ബാക്ക് സീറ്റിനെ ക്രമീകരിച്ചുള്ളത്. കയറി ഇരുന്ന് നോക്കാം. കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ചും കൂടി മുകളിലേക്ക് പൊന്തി വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്ത് ഇരിക്കായിരുന്നു തോന്നി. മുകളിലേക്ക് പൊന്തോ നോക്കട്ടെ കേട്ടോ. ഇല്ല, സീറ്റ് റിക്ലൈൻ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. മുന്നിലേക്ക് നീക്കാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ടി വി അൾട്രാ വയലറ്റ്. അത് വേറെന്തോ പരസ്യമാണ്. യെസ്, ഉണ്ടോ? ബാക്കിലിരിക്കുന്ന ആളുകൾക്കും മുന്നിൽ കാണുന്നത് പോലെ തന്നെ ടി വി ഒക്കെ കണ്ട് യാത്ര ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഭാഗം ഇവിടെ കാണാം. ഇതെനിക്കൊന്നും എന്തോ ഡിസ്പ്ലേ യൂണിറ്റാണ്. AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കൺട്രോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ താഴ്ഭാഗത്തൊരു സ്റ്റോറേജ് സ്പേസിനെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഫയൽ പോക്കറ്റും കാണാം. നൈസ്, നല്ല ലെഗ് റൂം ഉണ്ട് കേട്ടോ. നോക്കിയാൽ 5 പേരിൽ കൂടുതൽ ലെഗ് റൂമുണ്ട്. അതുപോലെ തന്നെ നോക്കിയാൽ വിശാലമായിട്ടുള്ള ഹെഡ് റൂമും ഈ വാഹനത്തിനകത്തുണ്ട്. സൂപ്പർ അല്ലേ? ഇനി എന്ത് വേണം? നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാം. സൂപ്പർ. ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന S23 അൾട്രയിലാണ്. ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നോക്കിയാൽ ഇതാണ് ശരിക്കും ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് ലീഷെ L7 വ്യൂ വരുന്നത്. അടിപൊളിയല്ലേ? ശരിക്കും ഒരു പ്രീമിയം ലക്ഷോറിയസ് SUV എന്നുള്ളൊരു ഫീൽ തന്നെയാണ് ശരിക്കും നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമുക്കൊരു വലിയ സൺറൂഫും കാണാം. അടിപൊളി. ഇവിടെയാണ് നമ്മുടെ ഹുഡ് ഓപ്പൺ ചെയ്യുന്ന ഭാഗം. 2 പ്രാവശ്യം വലിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ആവും. പിന്നെ ഇവിടെ നമുക്കൊരു മിഠായി വെക്കാനുള്ള, ഡ്രൈവർക്ക് മിഠായിയൊക്കെ വെക്കാനുള്ള ഒരു സെറ്റപ്പും കൂടി ഉണ്ട് കേട്ടോ. അതും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചാണ്. അപ്പോൾ ഇതാണ് ലിഷെ എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ L7 ഹൃദയഭാഗം. ശരിക്കും ഒരു 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനും അതുപോലെ തന്നെ ഒരു ബാറ്ററിയും കൂടി പ്രവർത്തിക്കുന്ന ഒരു എഞ്ചിനാണ്. അതായത് നമ്മുടെ ഹൈബ്രിഡ് എഞ്ചിനാണ് ഈ വാഹനത്തിനകത്തുള്ളത്. ഹൈബ്രിഡ് സിസ്റ്റം. രണ്ടും കൂടി 1100 കിലോമീറ്റർ സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു ഹൈലൈറ്റ് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഒരു പുതിയ നിർമ്മാണ കമ്പനിയെ കൂടി നമ്മൾ പരിചയപ്പെട്ടിരിക്കുകയാണ്. അതാണ് ലിഷെ അല്ലെങ്കിൽ LI എന്ന് പറയുന്ന ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മോഡൽ എന്ന് പറയാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചത് L7 എന്ന് പറയുന്ന മോഡലിനെ കുറിച്ചാണ്. ഇതിൻ്റെ പ്രത്യേകതകളാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാനും മറക്കരുത്. നമ്മൾ ഒരുപാട് രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഇത്തരത്തിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വാഹനങ്ങളെ പരിചയപ്പെടുത്തണം എന്നുള്ളൊരു ആഗ്രഹം കൂടി നമ്മുടെ മനസ്സിലുണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി കൂടി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.